എല്ലാവർക്കും നമസ്കാരം. കണ്ണൂരിൻ്റെ മണ്ണിൽ കൈരളി ബുക്ക് സംഘടിപ്പിക്കുന്ന കൈരളി ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലിലെ ഹെർ സ്പേസ് മാറ്റത്തിൻ്റെ മുഖങ്ങൾ എന്ന സെഷനിലാണ് നമ്മളിരിക്കുന്നത്. ഹെർ സ്പേസ് എന്നാൽ മലയാളത്തിൽ അവളിടങ്ങളാണ് എന്ന് നമുക്കറിയാം. അതായത് അവൾക്ക് വേണ്ടി അവൾ മുൻകൈയെടുത്ത് അവൾ നിർമ്മിച്ച അവളുടെ ഇടങ്ങൾ. പക്ഷേ ഈ ഇടങ്ങളിലേക്ക് എത്താൻ, ആഗ്രഹിച്ച ഇടങ്ങളിലേക്ക് എത്താൻ അവൾ സഞ്ചരിച്ച ദൂരം ഒരുപാടായിരുന്നു. കയറിയ കയറ്റങ്ങളും വലുതായിരുന്നു. നീന്തി കയറിയ കടൽ ദൂരങ്ങളും വളരെ വിശാലമായിരുന്നു. അവിടെ നിന്നാണ്, അതിൻ്റെ ദുർഘടതകളിൽ നിന്ന്, സാഹസികതകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെയാണ് ഇവിടെ ഈ പെണ്ണുങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയുള്ള ഒരു കാര്യമേ ആയിരുന്നില്ല. ഇടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായും ഇടപെടലുകളും ഉണ്ടാകുന്നത്. സമകാലിക പരിതസ്ഥിതിയിൽ സ്ത്രീ സന്നിഹിതകൾ കുറച്ച് വിപുലപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സിനിമ, രാഷ്ട്രീയം, സാഹിത്യം, നാടകം, സൈബർ ഇടങ്ങൾ തുടങ്ങി സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം പല മേഖലകളിലും വിശാലമായിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിവിടെ സമകാലിക കേരളീയ സ്ത്രീ കർത്തൃത്വം പ്രധാനമായിട്ടും രാഷ്ട്രീയം, അതുപോലെ സാഹിത്യം എന്നീ മേഖലകളിൽ എങ്ങനെയാണ് പ്രതിനിധാനം ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്ക് സമ്മാനിതരായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആദ്യം അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ. നിങ്ങൾക്കറിയാവുന്നതുപോലെ അഭിഭാഷകയാണ്, അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകയാണ്, പ്രാസംഗികയാണ്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. നജ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സമ്മാനിതയായിട്ടുള്ളത് എഴുത്തുകാരിയും പ്രൊഫഷണലി ഓഡിയോളജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ താഹിറ കല്ലുമുറിക്കലാണ്. അവരെയും വളരെയധികം സ്നേഹത്തോടെ നിങ്ങൾക്കായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നജ്മയോടാണ് ചോദിക്കുന്നത്. ഹെർ സ്പേസ്, മാറ്റത്തിൻ്റെ മുഖങ്ങൾ എന്നതാണ് നമ്മുടെ വിഷയം. ഈ ഒരു രാഷ്ട്രീയ രംഗത്ത് ഈ അവളിടങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ താരതമ്യേന അവനിടങ്ങളെക്കാൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? മിൻഹയുടെ തുടക്കം ഭയങ്കര രസമുണ്ടായിരുന്നു അല്ലേ? ആകാശവാണിയുടെ ഒരു പ്രൊഫൈല് വായിച്ചപ്പം ശരിക്കും അതുപോലെ ആ ശബ്ദവും ആ ശൈലിയും കൊണ്ട് ഈ പരിപാടി തുടങ്ങുമ്പം അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. അവളിടങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവളിടങ്ങൾ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമുക്ക് അവനിടങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക് ഇല്ല. അവളിടങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അവളിടം, അവളുടെ ഇടം, അവളുടെ സ്പേസ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ അവനിടം എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു കാര്യവും അല്ല. പൊതുവായ ഇടവും അവളുടെ ഇടവും, പൊതുവായ ഇടത്തിൽ എന്തോ ഇല്ലാത്തത് കൊണ്ടാണ് പുതുതായി നമ്മൾ അവളിടം, അവളുടെ സ്പേസ് എന്നത് സൃഷ്ടിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. അങ്ങനെ ഓരോ പെണ്ണിടങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രം ഇവിടെ തുഴഞ്ഞെത്തിയ മനുഷ്യന്മാരാണ് നമ്മളൊക്കെയും എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാളെന്ന നിലക്ക് അവനിടത്തേക്കാൾ കൂടുതലായി എന്താണ് നമുക്കൊരു അവളിടം ഉണ്ടാവാൻ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ഒന്നാമത് നമുക്കൊരു അവനിടം എന്ന് പറഞ്ഞൊരു സ്പേസ് ഒന്നുമില്ല, ഒരു പൊതു ഇടമുണ്ട്. പക്ഷെ ആ പൊതു ഇടത്തിൽ എല്ലാത്തിലും എന്ന പോലെ തന്നെ ആ പൊതു ഇടത്തിൽ രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ എണ്ണവും ഇടപെടലും കുറവായി നമ്മൾ കാണുന്നു. ഈ ഒരു കാലത്ത് പക്ഷേ നമുക്കതിനെ താരതമ്യേന കുറവ് എന്നൊന്നും വിശേഷിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി കുറവാണ്. കണക്ക് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാതിനിധ്യം വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണ്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. ഒന്നാമത് ഇത് ഭയങ്കര വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഏരിയയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവുക, രാഷ്ട്രീയ പ്രവർത്തകയാവുക എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരാളാവുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരാളാവുക. അത് ഒരാണാവുമ്പം സ്വാഭാവികമായ ചോദ്യങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒന്നും അസാധാരണമായിട്ടൊന്നും അവർ നേരിടേണ്ടി വരുന്നില്ല. എന്നൊരു സ്ത്രീ ആവുമ്പോഴോ
നിരന്തരമായ സോഷ്യൽ ഓഡിറ്റിങ്ങുകൾ ഉണ്ടാവും. ആ സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാവുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയവും ഉണ്ടാവുന്നു. ഇത് രണ്ടും സൃഷ്ടിക്കുന്ന ആരാണ്? ഒരു സമൂഹമാണ്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഞാൻ എന്തിനതിനു വേണ്ടി പോകുന്നു, ഇവർക്ക് വേറെ പണിയില്ലേ എന്നതിനെക്കുറിച്ച് ചോദിക്കുന്നു. ഇതിനൊക്കെ മറുപടി പറഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു പണിയെടുക്കാനാവുക. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് ഭക്ഷണമില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നിനക്ക് വീട്ടുപണിയൊന്നുമില്ലേ? നിൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കണ്ടേ? നിൻ്റെ കുട്ടികൾക്ക് സാധനങ്ങൾ കൊടുക്കണ്ടേ? ഇതൊക്കെ കഴിഞ്ഞ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ സമയം അധികം ഉണ്ടെങ്കിൽ നീ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന ഔദാര്യം കണക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ സ്വാഭാവികമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉള്ളിലുള്ള ഒരു അഭിലാഷം കൊണ്ട്, താല്പര്യം കൊണ്ട്, ഇതെൻ്റെയും കൂടി ഇടമാണ് എന്ന തിരിച്ചറിവ് കൊണ്ട്, രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം സഹായം കൊടുക്കുന്ന ഒരു മേഖലയല്ല എന്നും അത് ഈ നാടിൻ്റെ പോളിസി മേക്കിംഗ് ആണെന്നും നാടിന് നിർണ്ണയിക്കുന്ന ഒന്നാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ നിർണ്ണയിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ ഉണ്ടാവണം എന്ന് വിചാരിച്ച് താല്പര്യപൂർവ്വം ഇറങ്ങി വരുന്ന കുറേ സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് കൂടുതൽ പ്രയാസം എന്ന് ചോദിച്ചാൽ അത് കൂടുതൽ വിസിബിലിറ്റി ഉള്ള ഒരു ഇടമായതുകൊണ്ടാണ്. മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥലത്തിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിൽ നിൽക്കലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ഉത്തരം പറയുക എന്നൊരു അധിക ഉത്തരവാദിത്വം കൂടിയുള്ള ആളുകളാണ്. പക്ഷെ അങ്ങനെ ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ഉത്തരം അത് നമ്മൾ തന്നെ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആളുകളുണ്ട് എന്ന് കാണിക്കുക. ഇവിടെ സ്ത്രീകൾ ഏറ്റവും മനോഹരമായി വർക്ക് ചെയ്യുന്നു, ഇവിടെ സ്ത്രീകൾ ഏറ്റവും കംഫർട്ടബിളാണ്, ഇവിടെ ഏറ്റവും നല്ല ഡിസിഷൻ അവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്, നല്ല ഭരണാധികാരികൾ ആകുന്നത് അവരാണ് എന്ന കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടാവുമ്പം പുറകെ വരുന്നവരുടെ വഴി കൂടി എളുപ്പമാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് വ്യക്തികളെന്ന നിലക്ക് അല്ലെങ്കിൽ സംഘടനകൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനാവുന്നത് കൂടുതൽ സ്ത്രീകൾക്ക് വഴിയൊരുക്കി കൊടുക്കുക എന്നതും അവരുടെ പെർഫോമൻസിന് നമ്മൾ കൊടുക്കാഞ്ഞിട്ടാ പെർഫോമൻസിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതുമാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു സ്പേസ് ആയിട്ട് മാറും തോന്നുന്നു. അങ്ങനെ മാറാൻ സാധിക്കട്ടെ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. അടുത്തതായി ഡോക്ടർ താഹിറ കല്ലുമുറിക്കൽ. 1929 കാലഘട്ടത്തിലാണ് വിർജീനിയ വൂൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള പുസ്തകം വരുന്നത്. നമ്മളിപ്പോൾ 2026 ഏകദേശം 100 വർഷമാവാനായി. ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഹെർ സ്പേസ് എന്നുള്ളതിനെ കുറിച്ചാണ്. ശരിക്കും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥയല്ലേ ഇത്? എന്നാണ് നമ്മൾ സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു വിഷയത്തിൽ സംസാരിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുക? താങ്ക് യു മിൻഹ. ഞാൻ പറയും ആ ഒരു ചോദ്യത്തിന് ആദ്യമേ ഉത്തരമായിട്ട്, അങ്ങനെ ഒരു റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനും നജ്മയും മിൻഹയും ഒക്കെ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് എനിക്ക് പേഴ്സണലി ഇപ്പോൾ പറയാൻ, കാരണം ഫെമിനിസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എംപവർമെൻറ്റിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് കുട്ടികളോട് അധികം വരുന്നില്ല. ബിക്കോസ് അവരൊക്കെ അവരുടെ ഇടങ്ങളിൽ നിന്നുകൊണ്ട് അവരായി തന്നെ നിന്നുകൊണ്ടാണ് ഇന്ന് അവരുടെ ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള വേദികളിലും, അതുപോലെ തന്നെ ഇന്ന് നജ്മയെ പോലെ, അതുപോലെ ഈ റീസെൻ്റ്ലി മുസ്ലിം ലീഗിൻ്റെ തന്നെ നമുക്ക് ആദ്യമായിട്ടുള്ള ഒരു വനിതാ MLA എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു എറയിലാണ്, ആ ഒരു സംസ്ഥാനത്തിലാണ് അത്തരം ഒരു സമൂഹത്തിൻ്റെ ഇടപെടലുകളിനെ പോസിറ്റീവായിട്ടുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഉള്ളത്. നമ്മളുടെ ഐഡൻറ്റിറ്റിയെ നമ്മളുടെ സത്വത്തിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങളിപ്പോൾ അന്ന് 1929 റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇന്ന് നമുക്കത് മെൻ്റൽ ഹെൽത്തിൻ്റെ കോൺസെപ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആണ് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ, ഞാൻ ഉമ്മയാണ്, 3 കുട്ടികളുടെ ഉമ്മയാണ്. ഞാൻ പ്രൊഫഷണലി മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന 20 വർഷമായിട്ട് ക്ലിനിക്കൽ ഓഡിയോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അബുദാബി ഗവൺമെൻറ്റിൻ്റെ ഒരുപാട്, പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഏഷ്യൻ കൺട്രീസിന് വേണ്ടിയിട്ട് മുൻനിരയിൽ നിന്നുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഞാൻ അത് പെർഫോം ചെയ്ത ഒരാളാണ്. ആ സമയത്തും ഞാൻ ഉമ്മയാണ്, ഈ സമയത്തും ഞാൻ ഉമ്മയാണ്. അപ്പോൾ മൾട്ടി ടാസ്കിങ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന
ചെയ്യുന്നത് സ്ത്രീകളായതുകൊണ്ട് തന്നെ ഒരു ഓൺ സ്പേസ് ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കും. എൻ്റെ കാര്യത്തിൽ ഞാനൊരു ഓൺ സ്പേസ് എടുത്തിട്ടുള്ളത് എൻ്റെ എഴുത്തിൻ്റെയും എൻ്റെ വായനയുടെയും അതെൻ്റെ മെൻ്റൽ ഹെൽത്തിനെ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ആ ഒരു ഓൺ സ്പേസ് ആയിട്ട് മാത്രമേ ഞാൻ ഇന്ന് വെർജീനിയ വോൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കാണുന്നുള്ളൂ. അതല്ലാണ്ട് എനിക്കിപ്പോൾ ഇന്ന് സമൂഹത്തിൽ ഒരു സ്പേസ് ഇല്ല എന്ന് വിചാരിക്കാൻ എനിക്കതിന് തോന്നുന്നില്ല. ഉണ്ടാവും ഒരു 100% നമ്മൾ ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനം എന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് പരസ്പരം പ്രത്യേകിച്ചും ഒരു 90s മുതൽ അങ്ങോട്ടേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമ്മുടെ ഒരു സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ ഇടപാടുകളുടെ കാര്യത്തിലും നമ്മൾ വളരെ മുന്നേറിയിട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ നമ്മൾക്ക് എന്തോ കുറവുണ്ട് എന്ന് നമ്മൾ തന്നെ പറയുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. അതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ടോ അതിന് പിന്നീട് അത് മാറ്റപ്പെടും എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഒരു സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് എന്ന് പറയാണ്ട് ഇക്വാലിറ്റിക്ക് അല്ലാണ്ട് ഇക്വിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിജ്മ, പല പെൺകുട്ടികളും ഇന്ന് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. കാലത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, ഗൗരവമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല പെൺകുട്ടികളും ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്നതൊരു കരിയറായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പൊളിറ്റിക്സ് ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷമാണോ? പ്രത്യേകിച്ചൊരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം സ്ത്രീ സൗഹൃദമായിട്ടുള്ളൊരു അന്തരീക്ഷമാണോ വിഭാവനം ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി ഇടപെടുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. പൊതുവെ പുതിയ തലമുറയെക്കുറിച്ച് എല്ലാ കാലത്തും, അത് ഇന്ന ജനറേഷൻ ആവണമെന്നില്ല, ഏത് കാലത്തും പുതിയ തലമുറയെക്കുറിച്ച് ഉണ്ടാകുന്ന ആരോപണങ്ങളാണ് വായനയെക്കുറിച്ച്, എഴുത്തിനെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, അവരുടെ ഇടപെടലുകളെക്കുറിച്ച്. ഇതൊക്കെ മോശമാണ് എന്നൊരു തോന്നൽ. അവരുണ്ടാക്കുന്ന സിനിമയെക്കുറിച്ച്, അവരുടെ ഇടപെടൽ, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. പക്ഷെ ഈയിടെ ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കൂടി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന മറ്റൊരു ഇടമാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ ഫിസിക്കൽ സ്പേസിനപ്പുറത്തേക്ക് ഒരു നെറ്റിസൺഷിപ്പ് കൂടി എടുത്തുകൊണ്ട് നമ്മളൊരു ഗ്ലോബൽ വേൾഡിലെ അംഗമായിക്കൊണ്ട് കൂടിയാണ് ഇപ്പം ജീവിക്കുന്നത്. നമ്മൾ മുൻപ് രാഷ്ട്രീയത്തിലേക്കോ പൊതുപ്രവർത്തനത്തിലേക്കോ കൂടുതൽ കടന്നു വരാതിരിക്കാൻ ഉള്ള ഒന്നാമത്തെ കാരണം ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടുന്നില്ല. അതിനകത്ത് നമുക്കൊരു അക്കോമഡേഷൻ കിട്ടുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല എന്നതുകൊണ്ടാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളർന്നു വരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക ഉണ്ടാകുന്നത്? നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ തന്നെ ചെറുപ്പത്തിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ പോസ്റ്റർ ഒട്ടിക്കാൻ പോവുക, പരിപാടി ഉണ്ടാകുമ്പോൾ തുള്ളാൻ പോവുക, ഇങ്ങനെയൊക്കെയാണല്ലോ രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ ഈ ആ ഒരു കൂട്ടത്തിലേക്കുള്ളൊരു പ്രവേശനം സാധ്യമാവുന്നത്. അത് നമ്മളെ വീട്ടിലെ ആൺകുട്ടികൾ ചെയ്യുന്ന പോലെ പെൺകുട്ടികൾക്ക് സാധ്യമായിരുന്നില്ലല്ലോ. നമ്മളെ ആരെങ്കിലും പോസ്റ്റർ ഒട്ടിക്കാൻ വിളിക്കുകയോ, ഒരു ആഘോഷം ഉണ്ടാകുമ്പോൾ റോട്ടിൽ കയറി തുള്ളാൻ വിളിക്കുകയോ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കൂടി വ്യാപനത്തിന് ശേഷം ഇതൊക്കെ നമ്മളിലേക്ക് കൂടി വന്നിട്ടുണ്ട്. എന്ത് നടക്കുന്നു എന്നറിയാൻ രാവിലത്തെ പത്രം വായിക്കണം നിർബന്ധമൊന്നുമില്ല. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. ഇപ്പം ഈ മൊമെന്റിൽ ചിലപ്പം ഏറ്റവും അധികം അതെ, ഇൻസ്റ്റഗ്രാമുള്ള എല്ലാവരും ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവും. അതാ ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ സാമ്പ്രദായിക മീഡിയകളെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെക്കാൾ പെട്ടെന്ന് കേരളത്തിൽ 13ാമത് മുഖ്യമന്ത്രി വന്നു. കേരളത്തിൽ ഇത്രയധികം കാലങ്ങളിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരാരായിരുന്നു? പുതിയ ഭരണം ആരിലേക്കാണ് എന്ന് ആരറിയുന്നറിയോ? ഇൻസ്റ്റഗ്രാമിൽ മെമ്പർഷിപ്പുള്ള അല്ലെങ്കിൽ ഒരു അക്കൗണ്ടുള്ള ഒരു കുട്ടി അറിയുന്നുണ്ട് എന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ എളുപ്പമാണ്. അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആക്സസിബിലിറ്റി, സ്വീകാര്യത ഈ മേഖലയിലേക്ക് കിട്ടുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരുപോലെ സൗഹൃദാന്തരീക്ഷം ഇതിനകത്തും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കുട്ടികൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. ഇപ്പം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്നു എന്ന സന്തോഷം അല്ലെങ്കിൽ ഒരു പുതിയ വാർത്ത ഉണ്ടാവുന്നതിന് പുറകിൽ ഏറ്റവും അധികം കമന്റ് വരുന്നത് ജനങ്ങൾ തീരുമാനിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുന്നതിന് മുമ്പ് ജനങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ആ ജനവികാരം ഏറ്റവും രൂക്ഷമായത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലായിരിക്കും, അല്ലേ? ഇൻസ്റ്റയിലാണ് ആദ്യം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതെന്ന് തോന്നുന്നു.
കാരണം അത്രയധികം ഇപ്പം ജെൻസി വൈബുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ അവർ മുമ്പുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ചരിത്രപരമായി എന്ത് സംഭവിച്ചു എന്ന് കേൾക്കുന്നതിനേക്കാൾ അറിയുന്നതിനേക്കാൾ അവർ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, ഇൻ്റർവ്യൂസ്, പോഡ്കാസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ അത് കണ്ടൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ഇതെല്ലാവർക്കും എളുപ്പമാണ്. അവർ നന്നായി രാഷ്ട്രീയം പറയുന്നുണ്ട്. നമ്മളൊരു അങ്ങാടിയിൽ വന്നിട്ട് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കുറേ ആൾക്കാർക്ക് ഒരു പേടിയാണ്. ഇനിയിപ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്യപ്പെടുമോ, ഞാൻ ആ കറുപ്പും വെള്ളയും ഷോള് പുതച്ചാൽ എൻ്റെ പേര് മാറുമോ, അഡ്രസ്സ് മാറുമോ എന്ന് ബേജാറുള്ള ആളുകൾ, എന്ന് ഭയമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഏറ്റവും നന്നായി ഗൾഫ് വാറിൻ്റെ, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഗൾഫ് വാർ എന്ന് പറയാൻ പറ്റില്ല, സോറി, ഇപ്പം ഗൾഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അതിക്രമത്തിൻ്റെ കുറിച്ചുള്ള വാർത്തകൾ, ചർച്ചകൾ, ഇപ്പം ഗസയിലെ, ലെബനനിലെ, സിറിയയിലെ ഒക്കെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പുതിയ തലമുറയ്ക്കിടയിലാണ്. അപ്പോൾ അവർ വളരെ ഗൗരവമായിട്ട് ആ രാഷ്ട്രീയവും ആ കാര്യങ്ങളും ഭയരഹിതമായിക്കൊണ്ട് തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് അവരുടെ നിലപാടുകളിൽ നിന്നും സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമുക്ക് കിട്ടിയൊരു പ്രിവിലേജ് കൂടിയാണ്. ആ പ്രിവിലേജ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക്, സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ആക്സസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി ആക്സസ് ഉണ്ട്. ഇതൊരു സൗഹൃദമുള്ള സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ഏത് പൊതു ഇടവും എടുത്താൽ എത്ര സ്ത്രീ സൗഹൃദമാണോ അത്ര തന്നെ സ്ത്രീ സൗഹൃദമാണ് രാഷ്ട്രീയവും. പക്ഷേ കുറച്ചുകൂടി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു ഇടം എന്നതുകൊണ്ട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ് എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഇപ്പം ഒരു കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളും ഒരു കൂട്ടത്തിലാണ്. അവിടെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളോ ശാരീരിക സംഘർഷങ്ങളോ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്ന, ഇപ്പം ഒരു കരിയറായിട്ടോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലായിട്ടോ ഇത് ചൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. കാരണം ഇത് കുറച്ചുകൂടി പബ്ലിക് ഓഡിറ്റിന് തീർച്ചയായും. രാഷ്ട്രീയം ഒരു കരിയർ ആയിട്ടാണോ അപ്പോൾ നജ്മയ്ക്ക് തോന്നിയിട്ടുള്ളത്, അതോ അതൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ടാണോ തോന്നിയിട്ടുള്ളത്? ചോദ്യത്തിൽ കരിയർ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വഴി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പം കരിയർ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്, നമ്മൾ തൊഴിൽ ചെയ്യുന്ന മേഖല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അതാണ് കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, ഒരു ലൈഫ് സ്റ്റൈൽ ആയിക്കൊണ്ട് എന്ന്. കരിയർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ആയിക്കൊണ്ട്, നമ്മളൊരു താല്പര്യമായിക്കൊണ്ട് അത് തിരഞ്ഞെടുക്കുക. ഇപ്പം അങ്ങനെ ഒരു ചോദ്യം നിലവിലുണ്ട്. ഇപ്പം രാഷ്ട്രീയമൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു മേഖലയാണോ, ഒരു ഫുൾ ടൈം നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും, നമ്മൾ വേറെ എന്തോ ഒരു സാധനം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട കാര്യമൊന്നും അല്ല ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം. കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ഈ നാടിനെ ഡിസൈൻ ചെയ്യുന്ന ആരാണ്? അത് പൊളിറ്റീഷ്യൻസ് ആണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഗവേണൻസ് നടത്തുന്ന ബോഡിയിലെത്താൻ, അല്ലെങ്കിൽ ആ ബോഡിയുടെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കങ്ങ് നോക്കി പോകുന്ന ഒരു മേഖലയൊന്നും അല്ല. അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഗവേണൻസ് ഏറ്റവും എളുപ്പത്തിൽ നീതിപൂർവ്വം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് പോസിബിളാണ്. ഇത് കുറച്ചുകൂടി സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഇടം തന്നെയാണ്. നിങ്ങൾ വന്നാൽ മതി, ബാക്കി റെഡിയാണ് എന്നുള്ളതാണ് ഒരു പ്രവർത്തക എന്ന നിലയിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. മെസ്സേജാണ്. കാരണം അതൊരു നല്ല മെസ്സേജും കൂടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്ന ഇടത്തിലോട്ടൊക്കെ സ്ത്രീകൾ വരുമ്പോൾ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി പൊതുവെ നമ്മളുടെ പാരൻസിൽ നിന്നും കേട്ട് വളർന്ന ഒരു ജനറേഷൻ ഉണ്ടെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. താങ്ക് യു നജ്മ. അതൊരു നല്ല ഒരു സജഷനും കൂടിയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് ഇരുന്നിരുന്നത് പോലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആ ഒരു ജനറേഷനിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വ്യക്തമായ ദിശാബോധമുള്ള, വ്യക്തമായ സാമൂഹ്യ രൂപീകരണം എങ്ങനെ ആവണം എന്നുള്ളൊരു ബോധമുള്ളൊരു കുട്ടികൾ ഉണ്ടാവുമ്പോൾ നജ്മയെ പോലുള്ള ആളുകൾ അത്തരം ഒരു പ്രസ്താവന ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റിയലി ആക്സെപ്റ്റബിൾ ആൻഡ് റിയലി അപ്രീഷിയബിൾ. താങ്ക് യു നജ്മ. ആ ഒരു ചോദ്യത്തിന് അത്ര കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നജ്മ പറഞ്ഞത്. താഹിറയുടെ ഇടപെടലുകൾക്കും ഒരുപാട് നന്ദി. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കൊരു പുരോഗമനം പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തലയിലെ ഒരു 2 മീറ്റർ തുണി മാറ്റണം എന്നില്ല എന്ന് ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു സ്ട്രക്ചറൽ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിലേക്കല്ലേ ശരിക്കും ഈ ഒരു രീതി മാറേണ്ടതുള്ളത്? പോളിസി ബെനിഫിഷ്യറീസ് എന്നതിനപ്പുറത്ത്
രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിസ്കോഴ്സിലേക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളെ കൊണ്ടുവരാത്തത് അല്ലെങ്കിൽ അവരെത്താത്തത്? ഒരു താഹിറ എഴുതിയാലും കവിത എഴുതിയാലും അല്ലെങ്കിൽ രമ്യ എഴുതിയാലും ജോണി എഴുതിയാലും അത് ഒരു ഭാവന, അതൊരു സൃഷ്ടി അല്ലെങ്കിൽ അതൊരു കൃതി മാത്രമാണ്.